സിബൂസ് മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ കൊച്ചി മെട്രോയുടെ വാട്ടർ മെട്രോയുടെ വൈറ്റ് ലൈനിൽ നിന്നും കാക്കനാട്ടേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ്. കൊച്ചി എന്നും കുരുക്കഴിയാത്തൊരു നഗരം തന്നെയാണ്. ഈ വാട്ടർ മെട്രോയും കൊച്ചി മെട്രോ റെയിലും ഒക്കെ വന്നതോടുകൂടി കുറച്ചൊക്കെ ആളുകൾക്ക് ഈ കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വൈറ്റില ഹബ്ബിനോട് ചേർന്നുള്ള കൊച്ചി വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മെട്രോ റെയിലിൻ്റെ തനതായ ശൈലിയിലും ആഡംബരത്തിലും സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് വാട്ടർ മെട്രോയുടെ എല്ലാ സ്റ്റേഷനുകളും ഒരുക്കിയിരിക്കുന്നത്. ഗതാഗത കുരുക്കഴിയാത്ത കൊച്ചിക്ക് ഒരു സ്വാന്തനം എന്ന് വേണമെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോയെയും കൊച്ചി മെട്രോ റെയിലിനെയും വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കൊച്ചിയുടെ കുരുക്ക് ഒരു പരിധിവരെ അഴിച്ചെടുക്കാൻ ഈ മെട്രോകൾക്ക് സാധിച്ചെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. ഒരു കുടക്കീഴിൽ തന്നെ മെട്രോ റെയിലും വാട്ടർ മെട്രോയും ഒന്നിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ വീഡിയോ ഈ ചാനലിൽ മുൻപ് വന്നിട്ടുള്ളതാണ്. എന്നാൽ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ കുളിർമയാകുന്ന കാഴ്ചകളും കണ്ട് അതോടൊപ്പം കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവലകളും കണ്ട് ഒരു യാത്ര, അതാണ് വൈറ്റില കാക്കനാട് വാട്ടർ മെട്രോ യാത്ര. ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റോഡ് മാർഗം ബസ്സിലായാലും മറ്റു വാഹനങ്ങളിലായാലും വൈറ്റിലയിൽ നിന്നും കാക്കനാട് എത്തണമെങ്കിൽ വളരെ തിരക്കേറിയ റോഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇതിനൊരു പരിഹാരമാണ് വൈറ്റില കാക്കനാട് വാട്ടർ മെട്രോ സർവീസ്. വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പച്ചപ്പും ജലാശയവും തെങ്ങിൻ തോപ്പും ചീനമലയും എല്ലാം കണ്ട് നമുക്ക് തിരക്കില്ലാതെ യാത്ര ചെയ്യാം. ഈ വാട്ടർ മെട്രോയിൽ ഒരുപാട് ആളുകൾ സ്ഥിരം യാത്രക്കാരായി തന്നെയുണ്ട്. ഇങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ വാട്ടർ മെട്രോ നമ്മളെ ഓരോരുത്തരെയും വരവേൽക്കുന്നത്. സ്ഥിരം കാക്കനാടിന് ജോലിക്ക് പോയി വരുന്നവരും ഈ വാട്ടർ മെട്രോയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിൻ്റെ മുഖ്യ കാരണം ഈ മെട്രോയുടെ ആകർഷണീയതയും തിക്കും തിരക്കുമില്ലാതെ കൃത്യസമയത്ത് എത്തുന്ന യാത്രയുമായതിനാലാണ്. ഈ പുഴയിലൂടെ ഒഴുകുന്ന പോളപ്പായലുകൾ ബോട്ടിലിരുന്ന് നോക്കുമ്പോൾ നല്ല രസം തന്നെയാണ്. എന്നാൽ ഈ പോളകളുടെ ആധിക്യം കാരണം വാട്ടർ മെട്രോ ദിവസങ്ങളോളം മുടങ്ങിക്കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഈ പുഴയിലൂടെ വലിയ അമോണിയ ബാർജുകൾ ദിവസവും കടന്നു പോകുന്നുണ്ട്. ഈ പോളപ്പായലുകൾ അഴിഞ്ഞുകൂടി ബാർജ് വഴിയുള്ള ചരക്ക് നീക്കവും ദിവസങ്ങളോളം തടസ്സപ്പെട്ടിട്ടുമുണ്ട്. പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങളിലും മറ്റും തട്ടി പോളപ്പായൽ അടിഞ്ഞുകൂടി നോക്കത്താ ദൂരത്തിൽ അടിഞ്ഞുകൂടി കിടന്നതാണ് ഇതിന് കാരണം. അടിഞ്ഞുകൂടുന്ന ആദ്യ അവസ്ഥയിൽ തന്നെ പോളപ്പായലുകൾ വളരെ നിസ്സാരമായി വെട്ടി ഒഴുക്കിവിടാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്ന് സ്ഥലവാസികൾ പറയുന്നുമുണ്ട്. കായലും കടലും തോടും ഉൾപ്പെടെ ജലഗതാഗതത്തിന് പേരുകേട്ട ജില്ലയാണ് എറണാകുളം. അതിൽ പ്രധാനമായ ഇടമാണ് കൊച്ചി. കായലിലൂടെയും പുഴയിലൂടെയും കടലിലൂടെയും സുഗമമായ ഗതാഗതം സാധ്യമാക്കിയിരിക്കുന്ന ഒരിടം തന്നെയാണ് ഈ കൊച്ചി. കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയിലെ 10ൽ അധികം ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത്. ഹരിതഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര ആകർഷണീയം തന്നെയാണ്. സൂര്യാസ്തമയ സമയത്ത് മെട്രോയിൽ കൂടിയുള്ള ഈ യാത്ര ചുവന്ന പരവതാനി ജലാശയത്തിൽ വിരിച്ചതുപോലെ സുന്ദര കാഴ്ച തന്നെയാണ്. ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് കൊച്ചിയിൽ പുഴയിലൂടെ തുടങ്ങി കടൽ കായൽ യാത്രകൾ ഈ വാട്ടർ മെട്രോയിലൂടെ തന്നെ നടത്താനുമാകും. വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഒരു യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്രകാരം നിങ്ങൾക്ക് നല്ലൊരു ടൂറിസം ആസ്വദിക്കാനുമാകും. കൊച്ചി വാട്ടർ മെട്രോ ആധുനിക രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജലഗതാഗത മാർഗമാണ്.
ഇരുവശവും ഹരിതഭംഗിയാൽ നിറഞ്ഞ ഒരു യാത്ര. കൊച്ചി മെട്രോയുടെ വൈറ്റില ഹബ്ബ് കാക്കനാട് യാത്രയിലാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. ഇത് ഒരു ആസ്വാദ്യജനകമായ യാത്ര തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി മറ്റ് വീഡിയോകളുമായി എത്തുന്നവരെ ഗുഡ് ബൈ.